ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സുഖമില്ലായിരുന്നു, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 3-3:30 ഒക്കെ ആക്കി കേട്ടോ പണി തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയൊക്കെ മുറിച്ച് ഒരു ഭാഗത്താക്കിയതാണ് കേട്ടോ. ഉള്ളി അതുപോലെ തന്നെ തക്കാളി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് വേഗം തന്നെ. ഇത് രണ്ട് സംഭവത്തിലേക്കുള്ളതാണ്. ഒന്ന് ഞാൻ നമ്മളെ വെള്ളക്കടലില്ലേ, ഫലാഫിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, വെള്ളക്കടല വെച്ചിട്ട് ഫലാഫിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചിക്കൻ കറിയിലേക്കുള്ളതുമാണ് കേട്ടോ. ഉള്ളി രണ്ടിലേക്കും കൂടി ഞാൻ പെട്ടെന്ന് തന്നെ മുറിച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം ആക്കിയെടുക്കാൻ എളുപ്പമാണല്ലോ. ഫലാഫലിൻ്റെ മസാലക്കൂട്ട് ഞാൻ ഈ ഒരു ജാറിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പു അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുതിന ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്ത് വെക്കുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പം ചിക്കനും അതുപോലെ തന്നെ വെള്ളക്കടലൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അത് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പൊരിക്കാൻ നേരം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ ഞാൻ വെള്ളക്കടല പൊതിർത്തി വെച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ 2-3 മണിക്കൂറൊന്ന് പൊതിരണം. ഞാൻ 1 മണിക്ക് അങ്ങനെ പൊതിരാൻ വെച്ചതാണ് കേട്ടോ വെള്ളക്കടല. അപ്പോൾ ഇതാ ഞാൻ കറിയിലേക്കുള്ള പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ എളുപ്പമാവില്ല. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് വേഗം പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് ഒരു ഭാഗത്താക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണേ, കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് അടിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ ആരും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അങ്ങനെ ഇതാ ഞാൻ തക്കാളി ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ അടുപ്പൊന്ന് കത്തിച്ചിട്ട് നമ്മളെ കറിയൊക്കെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ചിക്കൻ കറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അധികവും ഇടുന്നതാണല്ലോ. അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് വെന്ത് നല്ലോണം കുറുകി വരും കേട്ടോ. ഇപ്പോൾ ചേരി ഇങ്ങനെ പുത്തി കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ചേരി അങ്ങനെ കത്തിയിട്ട് അതങ്ങനെ അവിടെ നിന്ന് വെന്ത് പോകും കേട്ടോ സംഭവം. ഈ ഒരു നേരം കൊണ്ട് ഞാനിവിടെ നമ്മളെ പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു ചിക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി വന്ന് കരയുന്നു, ഞാൻ കഴുകുന്നേരേ വന്ന് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറുമ്പ ഞാനത് എടുക്കുന്ന കണ്ടിക്കിട്ടോ. അപ്പോൾ ഓടിയതാണ്. നടക്ക് അത് തിന്ന് കഴിഞ്ഞേരം പിന്നെയും വന്നിങ്ങനെ നോക്കി ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനൊന്നും കൂടി ഇട്ട് കൊടുത്തിട്ടോ. അതും കൂടിയും കഴിച്ച് ഒരു വലപ്പെട്ടോണം പോയി. നോമ്പ് കാലല്ലേ, നമ്മൾ ഉച്ചക്കൊന്നും ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലോ, എനിക്ക് വിശക്കില്ല. അപ്പോൾ അതിട്ട് കൊടുത്ത് ഞാൻ പിന്നെ എൻ്റെ പണിയിലേക്ക് കിടന്നിട്ടോ. നമ്മൾ നേരത്തെ ഇതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ വലിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പുതിനച്ചപ്പും മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിനല്ലോ. ഇനി അതിലേക്ക് നമ്മളൊരു കഷ്ണം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളക്കടലല്ലേ അതൊന്ന് കുതിർക്കാൻ വെച്ചിരുന്നു പറഞ്ഞില്ല, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഞാനിതൊന്ന്. പിന്നെ ഇത് മസാലപ്പൊടികളും ഞാൻ പറഞ്ഞിട്ടില്ലേനുല്ലേ, മസാലപ്പൊടികൾ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാറ്റ് മസാല ഇട്ട് കൊടുക്കും. പിന്നെ കസൂരി മേത്തി, നല്ല ജീരകം അതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കുക. ഒരു ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. ചിക്കനും എല്ലാം ഒന്ന് നല്ലോണം അടിഞ്ഞ് വന്നോട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളിത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മളിങ്ങനെ പരത്തിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാൻ തക്കത്തോണം മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ എളുപ്പം കഴിയുകയും ചെയ്യും, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.
ഇതേപോലെ പരത്തി കൊടുത്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുക. ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് എടുക്കുക കേട്ടോ, ഒന്ന് ഉള്ളു വേവുന്നത് വരെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അടുത്ത വീഡിയോ ഒന്ന് കാണട്ടെ. അസ്സലാമു അലൈക്കും.